അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുനോസ് വിങ്സ് വേൾഡ്. ഇന്നൊരു സൺഡേ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലഞ്ച് പ്രിപ്പറേഷൻ നോക്കാം. പൊരിച്ച കോഴിക്കറിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ പൊരിക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, വേണമെങ്കിൽ നാരങ്ങ നീരൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തണ പോലെ കുഴച്ച് കൊടുക്കുക. ലെഫ്റ്റ് ഹാൻഡിൽ ഫോണുള്ളതുകൊണ്ടാണ് എനിക്ക് നേരെ ഈ ചിക്കൻ്റെ മസാല മിക്സ് ചെയ്യാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്തോളി. ഇത് പുരട്ടി വെച്ച് നമ്മളൊരു അരമണിക്കൂർ വെക്കുക. അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് നമുക്ക് നല്ല ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച മസാലയൊക്കെ പുരട്ടി വെച്ചില്ലേ, അത് നമുക്ക് ചിക്കൻ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നായാൽ മതി. നമുക്ക് കറിക്ക് ഇടാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് കറുമുറാന്നൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതൊന്നും കൂടി ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. നമ്മുടെ പൂച്ചയാണ് കേസ്. ഞാൻ ചിക്കൻ പൊരിക്കണതിൻ്റെ മണം അടിച്ചിട്ട് ഇങ്ങനെ പൂച്ച പെട്ടെന്ന് ഓടി വന്നതാണ് കേട്ടോ. മണം സഹിക്കാൻ വയ്യ അതിന്, അതുകൊണ്ടാണ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കണത്. നിലവിളിച്ച് മതിയായപ്പോൾ അത് പാവ ക്ഷീണിച്ച് അവിടെ കിടന്നു. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോരി മാറ്റാം. മാക്സിമം എണ്ണയൊന്നും ഇല്ലാണ്ട് കോരി മാറ്റാൻ നോക്കുക. ഇത് ആദ്യത്തെ ട്രിപ്പ് ഞാനിപ്പോൾ ചിക്കൻ പൊരിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനിയും പൊരിച്ചെടുക്കാനുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ഇടുകയാണ്. അതും ഇതേപോലെ എണ്ണയിൽ മാക്സിമം ഈ എണ്ണയിൽ പറ്റുന്നിടത്തോളം നമ്മൾ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് രണ്ട് ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൂച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പോയതാണ് കേട്ടോ, വെറുതെ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. പൂച്ചയ്ക്ക് ചിക്കൻ്റെ മണം അടിച്ചിട്ട് ഇങ്ങനെ പറ്റണില്ല. അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. പാവല്ലേ പൂച്ച, അപ്പോൾ അതിന് വെറുതെ കൊതിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം കൊടുത്തതാണ്. പാവം പൂച്ച അതിനെ കിടന്ന്. നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അതും കൂടി മാറ്റി വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ചിട്ട് രണ്ടോ റൗണ്ടൊക്കെ പൊരിച്ചെടുക്കുക. ഇനി അപ്പം നമുക്കിനി അടുത്തത് കറി മസാല ഉണ്ടാക്കണ്ട നമുക്ക്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ നേരത്തെ പൊരിച്ച് വെച്ചില്ലേ, ആ എണ്ണ തന്നെയാണ് അതിൽ ഒഴിക്കണത്. അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റും ഈ എണ്ണയിലുണ്ടാവും. ആ എണ്ണ തന്നെ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക.
വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അതിന് നിന്നിട്ടില്ല, സവാള മാത്രമാണ് എടുത്തിരിക്കണത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ ഒരു ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് എടുത്തിടേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ പൊരിച്ചതിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ചേർത്തി കഴിഞ്ഞാൽ ഉപ്പ് ഒരുപാടാവും. അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. നന്നായിട്ട് ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ്. ഇന്നിവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരച്ചിട്ടില്ല. 9 മണി മുതൽ 6 മണി വരെ ഇന്നിവിടെ പവർ കട്ടാണ്. അതുകൊണ്ട് അതൊന്നും അരക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ചതച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിട്ട ചേരുവകളെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് തക്കാളിയാണ്. ഞാൻ ചെറിയ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ടെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 പച്ചമുളക്. എല്ലാം വാടി വരുന്ന സമയത്ത് നമുക്ക് ഓരോരോ പൊടികളായിട്ട് ഇട്ട് തുടങ്ങാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. എന്നിട്ട് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പോൾ. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ. ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല 2 ടീസ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇനി ഈ കറിക്ക് മെയിനായിട്ട് ഒരു സാധനം വേണം ഗൈസ്. അതാണ് നമ്മുടെ സോയാ സോസ്. അത് ഞാനിതിലൊരു 1/4 സോയ സോസിൻ്റെ കുപ്പിയില്ലേ, അത് ആ മൂടിയിൽ 1/4 ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനൊക്കെ ഇല്ലേ, അതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തിട്ടില്ല. ഒരു ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കണ പോലെ എടുത്തിട്ടുള്ളൂ. അതിന് ഈ മസാലയ്ക്ക് ഈ പൊരിച്ച് വെച്ച നമ്മൾ ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒരു കൈ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഫോൺ അവിടെ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാൻ ഒന്ന് വെള്ളം മിക്സ് ചെയ്തതാണ്. ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കറിക്ക്.
ചിക്കൻ പൊരിച്ചിട്ട് കറി വെക്കണത്. നല്ല ടേസ്റ്റായിരിക്കും. ഇത് നമുക്ക് ചപ്പാത്തിക്ക്, നെയ്ച്ചോറിന്, പൊറോട്ട അങ്ങനെ എല്ലാത്തിനും പറ്റിയ നല്ലൊരു കറിയാണത്. നമുക്കിതെല്ലാം എരിവും ഉപ്പൊക്കെ നമുക്ക് കറക്റ്റാണോ നോക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എടുത്ത് കുടിച്ച് നോക്കുകയാണ്. അപ്പോൾ എല്ലാം കറക്റ്റാണ്. അവനത് അടച്ചേക്കാണ്. തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ അടി പിടിക്കും. എന്നിട്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. ഒരു 10-15 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ അടുപ്പിൽ നമുക്കിങ്ങനെ വെക്കാം. അത് കണ്ടില്ലേ, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ മേലിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മുടെ ഗ്രേവി എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ ഓഫാക്കാം. ഞാനത് വെറുതെ ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയതാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ല കാണാൻ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് നമ്മുടെ പൊരിച്ച കോഴിക്കറി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് ഉച്ചയ്ക്ക് ഞാൻ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കണതാണ് കേട്ടോ. ഇന്ന് ഇവിടെ തേങ്ങച്ചോറാണ്. തേങ്ങച്ചോറും നമ്മുടെ പൊരിച്ച കോഴിക്കറിയും. തേങ്ങച്ചോറ് കാണിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താത്തത്. കറി ഉണ്ടാക്കണ ആ ടൈം തന്നെ കുറച്ചൊന്ന് വൈകിപ്പോയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ നിർത്തി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇത് ഞാൻ എന്ന് യൂസ് ചെയ്യണ ഹെയർ ഓയിലാണ്. ഞാൻ തന്നെ എണ്ണ കാച്ചിയതാണ്. ഇതിപ്പോൾ കഴിയാനായി. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം, എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ആ ഓയിൽ ഞാൻ കുറച്ച് ഇതിലേക്ക് ഈ പാത്രത്തേക്ക് ഒഴിക്കുകയാണ്. ഇത് പഴയ ഒരു ഷാമ്പൂവിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാനിങ്ങനെ എണ്ണ കാച്ചണം എന്ത് ചെയ്യും, ഈ ബോട്ടിലാക്കി വെക്കും. അപ്പോൾ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഡീപ്പായിട്ട് ഓയിൽ മസാജ് ഞാൻ ചെയ്യണില്ല, ചെറുതായിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് കാസ്റ്റർ ഓയിലാണ്. അത് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. തലയിൽ വല്ല പാക്കൊക്കെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ കാസ്റ്റർ ഓയിൽ ഞാൻ ചിലപ്പോൾ ആ പാക്കിലായിരിക്കും ഉൾപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ ആ പാക്കൊന്നും ഇടാത്തതുകൊണ്ട് എണ്ണയിൽ ഉൾപ്പെടുത്താൻ നിർത്തി. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാണ്. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. അതൊന്നും അടിക്ക് എടുത്തിട്ടില്ല വീഡിയോ ആയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഖുറാൻ ഓതലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം കഴിഞ്ഞ് ഇശാ വരാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അതാ പൂച്ചക്കുട്ടി ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തോണ്ടിയിരിക്കലാണ് എനിക്ക് പണി. അപ്പോൾ വെറുതെ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം ഒരു 8:45 9 മണി ആവാറായിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ് കേട്ടോ. ചോറും നമ്മുടെ ചിക്കൻ കറിയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിങ്ങനെ കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്ത് പോയിരുന്നതാണ്. അപ്പോൾ പൂച്ച എൻ്റെ കൂടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാല് കണ്ടിട്ട് എൻ്റെ കാലിൽ വന്ന് ഇങ്ങനെ പിടിക്കാൻ നോക്കുകയാണ്. അതാണ് പറഞ്ഞത്.
രാത്രിത്തെ വൈബ് നല്ല രസമല്ലേ, നല്ല തണുപ്പും. ഇങ്ങനെ ആകാശത്തൊക്കെ ഇങ്ങനെ നോക്കി എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ എല്ലാവരും വീട്ടിനകത്ത് കയറി. അപ്പോൾ ഞാൻ മുഖത്ത് ഫേസ് പാക്ക് ഇടാൻ വിചാരിച്ച്. ഇത് ത്രിഫലാദി ചൂർണ്ണം പൊടിയാണ്, ഇത് വെള്ളത്തിൽ കലത്തിയിട്ട് ഇടാണ്. ഇതിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.